സെമിനാർ ആരംഭിക്കുകയാണ്. ഈ സ്റ്റേജിന് പുറത്ത് നിൽക്കുന്നവരെല്ലാം വന്ന് കസേരയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സെമിനാറിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ആൾ ഇന്ത്യൻ ലായേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് CP പ്രമോദിനെ ക്ഷണിച്ചുകൊള്ളും. പ്രിയമുള്ളവരെ, രാജ്യം വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്ന ഈ വർത്തമാനകാലത്തെ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ യൂണിയൻ സർക്കാർ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശം. നമ്മുടെ ഭരണഘടന പ്രകാരം യൂണിയൻ ഗവൺമെൻറ്റിലേക്ക്, അതായത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾ സ്റ്റേറ്റ് അസംബ്ലികളിലേക്കും 5 വർഷം കൂടുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഈ രണ്ട് സഭകളുടെയും കാലാവധി 5 വർഷം എന്നുള്ള നിലയ്ക്ക്, 5 വർഷത്തിൽ കവിയാത്ത ഒരു കാലാവധി എന്നുള്ള നിലയ്ക്ക് നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1952 മുതൽ 67 വരെയുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം ഈ രൂപത്തിൽ തന്നെ നടത്തി പോന്നിരുന്നുവെങ്കിലും പിന്നീട് സ്വാഭാവികമായ ഒരു പ്രക്രിയയിലൂടെ ഈ തിരഞ്ഞെടുപ്പുകൾ പല കാലഘട്ടങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. 1967 ശേഷം ഏതാണ്ട് 7 തവണയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് തന്നെ അകാലത്തിൽ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പുകൾ, പൊതു തിരഞ്ഞെടുപ്പുകൾ വേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയൊരു കാലഘട്ടം വന്നപ്പോൾ സംസ്ഥാന സർക്കാരുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭകൾ ഭരണഘടനാ നിശ്ചയപ്രകാരമുള്ളവരുടെ കാലാവധി തുടർന്നു പോകുന്നൊരു സാഹചര്യവും ഉണ്ട്. അങ്ങനെ ക്രമേണ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളും യൂണിയൻ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പുകളുമെല്ലാം 2 വ്യത്യസ്ത കാലാവധികളിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ സ്വാഭാവികമായും ഉണ്ടായ ഒരു പ്രക്രിയയാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ പറയുന്നത് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ അത്തരം ഫെഡറൽ സർക്കാരുകളുടെ യൂണിയൻ എന്നുള്ള നിലയിലാണ് ഇന്ത്യൻ ഗവൺമെൻറ് നിലനിൽക്കുന്നത് എന്ന് ഭരണഘടനയുടെ ആദ്യ വായനയിൽ തന്നെ നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എത്ര കണ്ട അധികാരമാണോ പാർലമെൻറ്റിലുള്ളത്, സ്വയം നിലനിൽക്കാൻ ഒരു ബോഡി എന്നുള്ള നിലയ്ക്ക്, ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അസ്തിത്വം, അതിൻ്റെ വ്യക്തിത്വം എത്ര കണ്ടാണോ ഒരു യൂണിയൻ ഗവൺമെൻറ്റിനുള്ളത്, അത്രയും തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക്, അതിൻ്റെ ഫെഡറൽ സർക്കാരുകൾക്കുമുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൊത്തത്തിലുള്ളൊരു അവലോകനത്തിൽ നമുക്ക് മനസ്സിലാവുക. പക്ഷേ എല്ലാ കാലത്തും ഇന്ത്യൻ ഭരണാധികാരികൾ പല സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയപ്പോൾ കഴിഞ്ഞ 75 വർഷത്തെ നമ്മുടെ അനുഭവം വെച്ച് നമുക്ക് പറയാം, ഈ ഫെഡറൽ സർക്കാരുകളുടെ അധികാരങ്ങളെ കവർന്നെടുക്കുവാനുള്ള ഒരു വലിയ പരിശ്രമം, ഗൂഢപരിശ്രമം ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് പല ഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ 1957 5 വർഷത്തേക്ക് അധികാരത്തിൽ വന്നൊരു മന്ത്രിസഭ അത് കേവലം 2 വർഷത്തിനകം പിരിച്ചുവിടപ്പെടുന്ന ഒരു സാഹചര്യം അന്നുണ്ടായി. അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ 5 or 6 തവണയാണ് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഭൂരിപക്ഷമുള്ള സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടത്. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയാണ് ഇത്തരം വ്യത്യസ്തങ്ങളായ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ മുദ്രാവാക്യം അത്തരം ഒരു ആശയത്തിന് പുറകിൽ തുന്നിച്ചേർക്കുകയും ആ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ അജണ്ട യൂണിയൻ സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് one election, that to a simultaneous election to both Indian Parliament and state legislatures, assemblies എന്നുള്ളത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ നിയമ മേഖലയിലും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലും പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തേത്. പല ആശങ്കകൾ ആദ്യമേ തന്നെ ഈ ആശയം മുന്നോട്ട് വച്ചപ്പോഴുണ്ടായി. മുൻ പ്രസിഡന്റ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ അധ്യക്ഷനാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ 2023 ഇതിനു വേണ്ടിയുള്ള ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്. ആ കാലഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഇതിനകത്തുണ്ടായി.
അതിലേറ്റവും കാതലായ വിമർശനം എന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി ജഡ്ജ്മെൻറ്റ് മുതൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, ആ ബേസിക് സ്ട്രക്ചറിനെ, അടിസ്ഥാന ഘടകത്തെ, അതിനെ അസ്ഥിരമാക്കുന്ന ഒന്നും തന്നെ ഭരണഘടനാപരമായി സാധുവല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പൊളിച്ചെഴുത്ത് പ്രായോഗികമായി നടത്തണമെന്ന് വാശി പിടിക്കുന്ന ഒരു ഭരണകൂടം ഇന്ന് അധികാരത്തിലിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവർ ഇതിനൊന്നും തന്നെ വലിയ വില കൽപ്പിക്കുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, ആശങ്കകൾ ആദ്യം ഈ ആശയം മുന്നോട്ട് വച്ച സമയത്ത് തന്നെ ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോക്സഭകളുടെ കാലാവധി 5 വർഷമായിരിക്കെ അതിനിടയിൽ ഒരു സംസ്ഥാന മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം എന്നാണ്. അപ്പോൾ ആദ്യത്തെ ചർച്ചകളിലെല്ലാം വന്നത് അവിടെ പ്രസിഡന്റ് ഭരണം സാധ്യതമാണ് എന്നാണ്. അങ്ങനെയാണല്ലോ, നമുക്കറിയാം. എവിടെയെങ്കിലും ഒരു ഭരണതലത്തിലൊരു വാക്വം, ഒരു ശൂന്യത സൃഷ്ടിക്കപ്പെടുമ്പോൾ, മന്ത്രിസഭകൾ ഇല്ലാതാകുമ്പോൾ പ്രസിഡന്റ് ഭരണം വരാം. അങ്ങനെ വന്നാൽ ജനാധിപത്യത്തിലൂടെ അല്ലാതെ നോമിനി ഗവർണറെ വെച്ച് ഒരു സംസ്ഥാനം തന്നെ ഭരിച്ചു പോകുന്നതിനുള്ള തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രക്രിയയിലേക്ക് അവർക്ക് കടക്കാനാവും. ഈ ചർച്ച മുന്നോട്ട് പോകവേ ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട 129ാമത് ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ 129, അതിനകത്ത് അവർ ഇന്ന് പ്രപ്പോസ് ചെയ്യുന്നത് ഏതെങ്കിലും കാരണവശാൽ 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ ഒരു സംസ്ഥാന മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ 4 വർഷം കൊണ്ടോ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ള പീരീഡിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുക. 5 വർഷ കാലാവധിയാണ്. 4 വർഷം കൊണ്ടൊരു മന്ത്രിസഭ ഇല്ലാതായാൽ അവസാനത്തെ 1 വർഷത്തേക്ക് ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലേക്ക്. ഇന്ന് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ വ്യാപകമായ സ്ഥലത്ത് നമുക്കറിയാം. ത്രിതല പഞ്ചായത്തുകളിലേക്ക് ആ ടേമിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. ഏതാണ്ട് അതുപോലെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി താഴെത്തട്ടിലേക്ക് പരിമിതമായ അധികാരങ്ങൾ നൽകപ്പെട്ട പഞ്ചായത്ത് രാജ് ബില്ലിലോളം അല്ലെങ്കിൽ പഞ്ചായത്ത് സ്ഥാപനങ്ങളോളം പ്രസക്തിയെ നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ്റുകൾക്കുള്ളൂ എന്ന അർത്ഥത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ പോലും വന്നിട്ടുള്ളത്. വലിയ ഗൗരവമുള്ള നിയമ ചർച്ചകൾക്കാണ് ഇത് വഴിതെളിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയമായി ശരിയല്ല, നൈതികമായി ശരിയല്ല, ജനാധിപത്യപരമായി ശരിയല്ല, ഭരണഘടനാപരമായി ശരിയല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് കേവലം കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രീയമായി എതിർപ്പുള്ള ചിലർ ഉന്നയിക്കുന്ന മുദ്രാവാക്യമോ എതിർപ്പോ മാത്രമല്ല, മറിച്ച് നമ്മുടെ തന്നെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് യു ലളിതടക്കമുള്ളവർ ഇത് എന്തുകൊണ്ട് നിയമപരമായ കടമ്പകൾ കടക്കില്ല, എന്തുകൊണ്ടിത് ബേസിക് സ്ട്രക്ചറിന് വിരുദ്ധമാണ്, എന്തുകൊണ്ടിത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന സ്ഥിതിയുണ്ടായി. മറുഭാഗത്തുള്ള ആർഗ്യുമെൻ്റ് വളരെ രസമാണ്. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിലേക്ക് 1 election, സൈമിൾട്ടേനിയസ് ഇലക്ഷൻ ടു ബോത്ത് ഹൗസസ്, ദി പാർലമെൻറ്റ് ആൻഡ് അസംബ്ലി എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്നത് എന്തിനാ? അവർ മുന്നോട്ട് വെക്കുന്ന ഏക ആശയം തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് ലഘൂകരിക്കപ്പെടും എന്നുള്ളത് മാത്രമാണ്. ചെലവ് ചുരുങ്ങും. എന്നാൽ അതിനെയും നേരിട്ട് തന്നെ എതിർക്കുന്ന ഡാറ്റകളും അതേപോലെ തന്നെ വിവരങ്ങളും ഇന്ന് ലഭ്യമാണ്. മുൻ ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷൻ ഖുറേഷി തന്നെ ഇതിൻ്റെ പാനലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അദ്ദേഹം തന്നെ കമ്മിറ്റി അറിയിച്ചു. തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാണ്? ഓരോ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾക്ക് ചെലവിനുള്ള പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് ചെലവിടാവുന്ന പരിധി ഇതാണ്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്കുള്ള ചെലവിൻ്റെ പരിധിയും കൃത്യമാണ്. ഇവിടെയെല്ലാം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരേപോലെ 2 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്രയധികം വോട്ടിംഗ് മെഷീനും വേണം, അത്രയധികം ഉദ്യോഗസ്ഥരും വേണം. അപ്പോൾ പ്രായോഗികമായി ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയത് കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ചെലവ് ചുരുക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അത് വലിയ തോതിലുള്ള സന്നാഹങ്ങളും ബാധ്യതയുമാണ് ഭരണകൂടത്തിന് വരുത്തി വെക്കുക എന്ന് ശ്രീ ഖുറേഷി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിച്ചത് കേവലം രാഷ്ട്രീയമായ ഒരു എതിർപ്പിൻ്റെ സൂചനമല്ല, മറ്റു നിലയ്ക്ക് വളരെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു വലിയ ആശയമായിട്ടാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നത്തെ സെമിനാറിൻ്റെ വിഷയം നമ്മൾ അങ്ങനെ തിരഞ്ഞെടുത്തത്. 1 Nation, 1 Election, ഇമ്പാക്റ്റ് ഓൺ ഡെമോക്രസി ആൻഡ് ഫെഡറലിസം.
ഇഫ് ദിസ് ഈസ് ഗോട്ട് ഇംപ്ലിമെൻറ്റഡ്, ആകെ ബാധിക്കാൻ പോകുന്നത് തീർച്ചയായും ഇന്ത്യൻ ഫെഡറലിസം ആസ് വെൽ ആസ് അവർ ഡെമോക്രസി. ജനങ്ങളുടെ ഇച്ഛ അത് രേഖപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പുകൾ, ആ തിരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം ഒരിക്കലും സംസ്ഥാന സർക്കാരിലേക്കും അതേപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ്റിലേക്കും ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരേ ജനത രണ്ട് തരത്തിൽ വോട്ട് ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. പലപ്പോഴും അത് ഒരു ഏകീകൃത സ്വഭാവം ആർജിക്കാറില്ല. സംസ്ഥാന സർക്കാരുകളെ അവർ വളരെ കരുതലായി കാണുന്നു. എന്തുകൊണ്ട് കാണുന്നു? ഇന്ത്യൻ ഭരണഘടന പ്രകാരം എല്ലാ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെയും ചുമതലപ്പെട്ടവർ, ബാധ്യതപ്പെട്ടവർ സംസ്ഥാന സർക്കാരുകളാണ്. കേന്ദ്ര സർക്കാരിനാകട്ടെ അത്തരം ബാധ്യതകളൊന്നും തന്നെയില്ല. കേന്ദ്ര സർക്കാർ നിക്ഷിപ്തമായ അധികാരം എന്ന് പറയുന്നത് അത് ടെലികമ്മ്യൂണിക്കേഷൻസ്, ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് തുടങ്ങി നിരവധിയായ പൊതുമേഖലകളിലാണ്. നിരവധി മേഖലകളുണ്ട്. അവരത് ചെയ്യുമ്പോഴും നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് സംസ്ഥാന സർക്കാരുകളുടെ ബാധ്യതയായി തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ ആര് വരണം, സംസ്ഥാനത്തിൽ ആര് ഭരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചില ചർച്ചകൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ, അതിൻ്റെ മാനിഫെസ്റ്റോ അവതരിപ്പിക്കുമ്പോൾ പോലും രണ്ടും വിഭിന്നമാണ്, വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. ജനങ്ങളും അതുപോലെ തന്നെ വോട്ടർമാരും പല തരത്തിലാണ് ഇതിനെ കാണുന്നത്. ഈ വ്യതിരിക്തതയൊക്കെ ഈ നാട്ടിൽ നിലനിന്ന് പോകേണ്ടതുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് 28 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും നാനാജാതി മത ഉപജാതി വിഭാഗങ്ങളും ഭാഷാ സാംസ്കാരിക പ്രത്യേകതകളും എല്ലാം അടങ്ങുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ജനവിധിയിലും ഈ പ്രത്യേകതകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റ വാർപ്പിൽ ഒരേ അച്ചിൽ ഇന്ത്യ എന്ന രാജ്യത്തെ വാർത്തെടുക്കുക എന്നത് അവരുടെ ഇന്ത്യ എന്ന ആശയത്തെ, ഇന്ത്യ എന്ന രാജ്യത്തെ ഉൾക്കൊള്ളാൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം, സ്വാതന്ത്ര്യസമര നേതാക്കൾ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിലൂടെ നാം ഇന്ത്യ എന്ന ആശയം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഭൂരിപക്ഷം വരുന്ന മറ്റേതെങ്കിലും വിഭാഗത്തിന് കീഴടങ്ങേണ്ടുന്ന ഒരു വിഷയത്തിലേക്കല്ല. അതുകൊണ്ട് തന്നെ ഈ വ്യതിരിക്തതകൾ നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ നാനാവിധമായ വശങ്ങൾ നമ്മൾ സൂക്ഷ്മതലത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്നിവിടെ കൂടിയിട്ടുള്ളതിൽ ഭൂരിഭാഗവും അഭിഭാഷകരാണ്, നിയമം ദൈനംദിനം കൈകാര്യം ചെയ്യുന്നവരാണ്. നമ്മുടെയൊക്കെ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നന്നായി പൊതുജനങ്ങളോട് സംവദിക്കുവാൻ ശേഷിയുള്ളവരാണ് അഭിഭാഷകർ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട് അതിൻ്റെ ഭാരവാഹികളോട് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുകയും ഏറ്റവും കാലികവും പ്രസക്തവും വർത്തമാനകാല പ്രസക്തിയുമുള്ളതുമായ ഈ വിഷയം അതിൻ്റെ ഗൗരവത്തിൽ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീരുമാനിച്ച സമയത്ത് നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചതുരത്തിൽ നിൽക്കാത്തത് കൊണ്ട് അതിനപ്പുറത്തുള്ളൊരു വ്യക്തിത്വത്തെ തന്നെ നമ്മൾ ഈ വിഷയം അവതരിപ്പിക്കുന്നതിനും നിങ്ങളോട് സംവദിക്കുന്നതിനും കാണണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ജസ്റ്റിസ് ചെലമേശ്വറിലേക്ക് എത്തിയത്. അദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചു. അദ്ദേഹം നമ്മളുടെ ക്ഷണം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അദ്ദേഹം ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് ചെലമേശ്വറിനെ സംബന്ധിച്ച് അദ്ദേഹം ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. അഭിഭാഷകനായിരുന്നു. അതിനുശേഷം ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലെ ജഡ്ജിയായി സ്ഥാനമേറ്റു. പിന്നീട് ആസാം ഹൈക്കോടതി, ഗൗഹത്തി ഹൈക്കോടതിയിലും അത് കഴിഞ്ഞ് കേരളത്തിലെ ചീഫ് ജസ്റ്റിസായും എല്ലാം ചുമതല വഹിച്ച് നമ്മുടെ മലയാളി സമൂഹവുമായി, കേരളവുമായി ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം പിന്നീട് സുപ്രീം കോടതിയിലെ ജഡ്ജിയായി ഇലവേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് അവിടെയും ഈ കെട്ടകാലത്തും ഏറ്റവും അവനവൻ്റെ കോൺഷ്യസ്നെസ് അനുസരിച്ച് ജനാധിപത്യത്തോടും അതേപോലെ തന്നെ ഭരണഘടനയോടും പ്രതിബദ്ധതയും കൂറും പ്രകടിപ്പിച്ചുകൊണ്ട് അനീതിയെ എതിർക്കുവാൻ പദവി പോലും തടസ്സമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ആരോടാണോ കലഹിക്കേണ്ട അവരോട് കലഹിക്കാൻ ഒരു മടിയും കാണിക്കാത്തയാളാണ് എന്നത് അദ്ദേഹത്തിന് നമ്മളോടുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇന്ത്യൻ സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ അന്നത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ചില പ്രവണതകളോട് സമരസപ്പെടാതെ പരസ്യമായി പത്രസമ്മേളനം വിളിച്ചത്. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അങ്ങനെ ഒരു പതിവില്ല, ആ രൂപത്തിൽ ആരും ചെയ്യാറില്ല. മലയാളിയായ ജസ്റ്റിസ് KM ജോസഫ് അടക്കമുള്ളവർ എന്തുകൊണ്ടങ്ങനെ ചെയ്തു?
ആ ചെയ്ത 4 പേരിൽ ഒരാൾ മദൻ ലോക്കൂറും അതേപോലെ തന്നെ ജസ്റ്റിസ് ചെലമേശ്വരുമൊക്കെ ആണ് എന്ന് നമ്മൾ ഏറ്റവും അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. അനീതിക്കെതിരെ ശബ്ദിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പദവി അതിന് തടസ്സമായില്ല. അതുകൊണ്ട് തന്നെ വൺ നേഷൻ വൺ ഇലക്ഷൻ, ദാറ്റ് ടു എ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ ടു ബോത്ത് ദ ഹൗസസ്, വാട്ട് എക്സാക്ട്ലി ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഡെമോക്രസി ആൻഡ് ഫെഡറലിസം എന്നൊരു വിഷയം വരുമ്പോൾ we have naturally chosen Justice Chalameshwar to participate in this seminar, and he has gladly received our invitation. He is here, so I proudly invite or I introduce Justice Chalameshwar to this forum. Please, sir. You are welcome. Yes. ഈ സെമിനാറിൽ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് സംബന്ധിക്കുന്നുണ്ട്. കേരള ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ്. 50 വർഷത്തിന് മുകളിൽ, ഏതാണ്ട് 60 ആയിട്ടുണ്ടാവും അല്ലേ സാർ? 50 വർഷത്തിന് മുകളിൽ. യെസ്, 60 എന്ന് പറയാൻ സാർക്കൊരു പ്രശ്നമുണ്ട്, അത്രയും പ്രായം കൂടുന്നുള്ളതുകൊണ്ട്. ഏതായാലും 60 വർഷത്തെ സാർത്ഥകമായ അഭിഭാഷക ജീവിതം, വിജയകരമായ അഭിഭാഷക ജീവിതം, അതിനിടയിൽ കേരളത്തിലെമ്പാടുമുള്ള കോടതികളിൽ തൻ്റെ ശബ്ദം, തൻ്റെ നിയമ പോരാട്ടം ഉച്ചത്തിൽ തന്നെ മുഴക്കുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതത്തിന് ഒരു അംഗീകാരം എന്ന നിലയിൽ അദ്ദേഹത്തെ കേരള സർക്കാർ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായി അവരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഏറ്റവും സ്തുത്യർഹമായ രീതിയിൽ ആ സേവനം അനുഷ്ഠിക്കുന്ന, ആ പദവി അലങ്കരിക്കുന്ന സർവാദരണീയനായ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, അഭിഭാഷകൻ കൂടിയായ ശ്രീ കെ എൻ ബാലഗോപാൽ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരും. അദ്ദേഹം കൊല്ലത്തുകാരനാണ്. കൊല്ലത്തിലെ ആൾക്കാർക്ക് അധികം ഇൻട്രഡക്ഷൻ ആവശ്യമില്ല. പക്ഷെ എല്ലാ കാലത്തും പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ പൊതുജീവിതത്തിലേക്ക് കടന്നു വന്ന് ഓരോ ദിവസവും ഓരോ സമയത്തും എല്ലാ കാലഘട്ടങ്ങളിലും പൊതുപ്രസ്ഥാനത്തിനോടൊപ്പം അചഞ്ചലമായി ഉറച്ചു നിന്ന് അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ കഴിവുകൾ ഈ മേഖലയിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന സർവാദരണീയനായ ശ്രീ കെ എൻ ബാലഗോപാലിനെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുൻ എം പിയും അഭിഭാഷകനും ഒക്കെ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഇവിടെയുണ്ട്. അദ്ദേഹം അഭിഭാഷകനാണ്. അദ്ദേഹം പാർലമെൻറ്റിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ ശബ്ദം ഏറ്റവും ഉച്ചത്തിൽ, ഏറ്റവും നന്നായി, ഏറ്റവും എഫക്റ്റീവായി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർത്തിയ ഒരു വ്യക്തിയാണ്. ഇത്തരമൊരു ബില്ലൊക്കെ ഉള്ള കാലത്ത് ശ്രീ സോമപ്രസാദ് കൂടി ആ സഭയിൽ ഉണ്ടാവേണ്ടതാണ് എന്നാണ് എനിക്കൊക്കെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം ഏത് വിഷയത്തിലും ഗഹനമായി പഠിച്ച് അതിൻ്റെ ആഴത്തിൽ അത് അവതരിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയൊക്കെ ഒരു പാർലമെൻ്ററി നിലയിലും അതല്ലാതെ മറ്റു പല മേഖലകളിലും ഭരണകർത്താവ്, സംഘാടകൻ എന്ന നിലയിലെല്ലാം തെളിയിച്ച ശ്രീ സഖാവ് കെ എം സോമപ്രസാദിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ സെമിനാറുകളെല്ലാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പൊതു സംഘാടക സമിതി നമ്മൾ രൂപീകരിച്ചിരുന്നു. ആ സംഘാടക സമിതിയുടെ ചെയർപേഴ്സണായി ചുമതല വഹിക്കുന്നത് മുൻ മന്ത്രിയും നമ്മുടെ കൊല്ലത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭയായ നേതാവുമായ സൗ ജെ മേഴ്സിക്കുട്ടി അമ്മയാണ്. ഈ സെമിനാറിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇതിൻ്റെ സംഘാടകരോട് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും അതേപോലെ തന്നെ അതിനുവേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുകയും ചെയ്ത സൗ മേഴ്സിക്കുട്ടി അമ്മയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ സൗ ജയമോഹൻ ഇവിടെയുണ്ട്. അദ്ദേഹം കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹവും ഈ സെമിനാറിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ MLA-യും ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ട്രഷററുമായ അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഇവിടെയുണ്ട്. ഐഷ പോറ്റി ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്തുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ ലോയേഴ്സ് യൂണിയനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് കൂടിയാണ്. അവരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തുന്നത്
ഇവിടുത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റും ലോയേഴ്സ് യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഓച്ചിറ അനിലാണ്. ലോയേഴ്സ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി പി കെ ഷിബു ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, അതുപോലെ അഭിഭാഷക സുഹൃത്തുക്കൾ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേർ ഈ ഒരു നല്ല സെമിനാർ കേൾക്കുന്നതിന് വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സെമിനാറിൽ അവതരണത്തിന് ശേഷം ഇവിടുത്തെ പാനൽ ഡിസ്കഷൻ പോലെ സംഭവിച്ച് അവിടെ എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങളുണ്ടെങ്കിൽ അതിനുകൂടിയുള്ള വേദി ഒരുക്കണമെന്നാണ് സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുകൂടി ഒരു അവസരം ഉണ്ടാകും അല്ലേ? അതിനുകൂടി ഒരു അവസരമുണ്ട് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷതയും മോഡറേറ്ററുമായ നമ്മുടെ അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ സാറെ സാദരം ക്ഷണിക്കുന്നു. With permission of our chief guest, I will switch over to Malayalam. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള ബഹുമാന്യനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയും കേരളത്തിൻ്റെയും ഗൗഹത്തി ഹൈക്കോടതിൻ്റെയും ഒക്കെ ചീഫ് ജസ്റ്റിസുമായ ശ്രീ ജസ്റ്റിസ് ചലമേശ്വർ, ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് സമ്മതിച്ചിട്ടുള്ള കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രമോദ്, ഇതിലെ പാനലിസ്റ്റുകളായി എത്തിയിട്ടുള്ള ശ്രീമതി ഐഷ പൊറ്റി XMLA, ശ്രീ കെ സോമപ്രസാദ് XMP, ഓച്ചിറ അനിൽകുമാർ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികൾ, അഭിഭാഷക സുഹൃത്തുക്കളെ, മുതിർന്ന അഭിഭാഷകരെ, സഹോദരി സഹോദരന്മാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് 90ഓളം സെമിനാറുകൾ ജില്ലയിലൊട്ടാകെ സംഘടിപ്പിക്കുന്നതിന് അതിൻ്റെ സംഘാടകർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ആ സംഘാടക സമിതിയും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനുമായി സഹകരിച്ച് ഇന്നത്തെ ദിവസം സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ വർത്തമാനകാലത്ത് വളരെ സജീവമായി ദേശീയ തലത്തിൽ ചർച്ച ചെയ്തു വരുന്ന ഒരു വിഷയം തന്നെ, നമ്മുടെ രാജ്യത്തിൻ്റെ ആകഭാഗധേയം തന്നെ നിർണ്ണയിക്കപ്പെടുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് രാജ്യമെങ്ങും ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഈ പട്ടണത്തിലും ഇവിടുത്തെ അഭിഭാഷകരും മറ്റ് ജനവിഭാഗങ്ങളുമൊക്കെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ അതിൻ്റെ സംഘാടകരെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കട്ടെ. എനിക്ക് നൽകിയിരിക്കുന്ന റോൾ ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിലാണ്. മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഒരു സെമിനാറിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഈ ചർച്ചകൾക്കായി അവതരിപ്പിക്കപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് വളരെ ചുരുക്കമായി ഒന്ന് പ്രതിപാദിക്കുക, ഇതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് വിവരിക്കുക, അതുമാത്രമാണ്. സമയപരിധി കൊണ്ട്, സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതികൾ എത്ര വേഗത്തിലാണ് കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന സമയത്തിന് മുമ്പ് സെപ്റ്റംബർ 23-ാം തീയതി ഈ ആശയം വന്നു അധികം വൈകാതെ തന്നെ ദേശീയ തലത്തിൽ ഒരു ഉന്നതാധികാര സമിതിയെ മുൻ പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 2023 തന്നെ അത്തരത്തിലൊരു സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതികളെക്കുറിച്ച് സംസാരിക്കുന്നതിന്, ആ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ സെപ്റ്റംബർ 2023 കൊണ്ടുവരുന്നു.
ഈ 2024 സമ്മേളനത്തിൽ തന്നെ വളരെ ധൃതി പിടിച്ചുകൊണ്ട് തന്നെ ആ 129 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് എന്നുള്ള പേരിൽ അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്നു. ആ ഒരു ഘട്ടത്തിലാണ് രാജ്യമെങ്ങും ഇത്തരത്തിലുണ്ടാകുന്ന ഈ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. ആ ഭേദഗതികൾ നിലവിൽ കഴിഞ്ഞ 75 വർഷമായി നമ്മളുടെ ഭരണഘടനയുടെ വ്യവസ്ഥകളനുസരിച്ച് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ നിലനിർത്തിക്കൊണ്ട് പോന്ന ആ സംവിധാനങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന തരത്തിൽ ചില നിർദ്ദേശങ്ങളാണ് വച്ചിരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, അതിൻ്റെ അനുച്ഛേദം 82A എന്നുള്ള നിലയിലേക്കൊരു പുതിയ അനുച്ഛേദം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ആ അനുച്ഛേദത്തിൻ്റെ സാരാംശം ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം, ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം പുറപ്പെടുവിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ആ ദിവസം മുതൽ 5 കൊല്ലമായിരിക്കും ആ സഭയുടെ കാലാവധി. ഇതിനു മുമ്പില്ലാത്തതാണ്. ഒരു 29 അല്ലെങ്കിൽ 34 സംഭവിക്കാവുന്ന ഒരു കാര്യം. ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യം ചേരുന്ന ആദ്യത്തെ സമ്മേളന തീയതിയിൽ ഒരു തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ തീയതി സംബന്ധിച്ചുള്ള വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ 5 കൊല്ലത്തേക്ക്. അതിനുശേഷം ഉള്ള തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്തിൻ്റെയും ഈ നിയമസഭകളുടെ കാലാവധിയെ സംബന്ധിച്ചിടത്തോളം ആ നിശ്ചയിക്കപ്പെടുന്ന കാലാവധി ആയിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനോടൊപ്പം സംസ്ഥാനത്തെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയാതെ വരുന്നു എന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് പ്രസിഡന്റിന് അധികാരം നൽകുന്ന വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകൾ അനുസരിച്ച് ഈ നിശ്ചയിക്കപ്പെടുന്ന കാലാവധിക്കകത്ത് ഈ ഏതെങ്കിലും കേന്ദ്ര പാർലമെൻറ്റ് സഭകളോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളോ അതിൻ്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് പിരിച്ചുവിടേണ്ടി വന്നാൽ വീണ്ടും ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തുക. ആ ഇടക്കാല തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാലാവധി ശേഷിക്കുന്ന 5 വർഷത്തിന് ശേഷം ശേഷിക്കുന്ന കാലാവധിയായിരിക്കും. അത് മറ്റ് നിയമസഭയുടെ തുടർച്ചയായിരിക്കില്ല. ആ തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിക്ക് 5 വർഷത്തെ ആയുസ്സുമുണ്ടായിരിക്കില്ല. മറിച്ച് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ടോ അതുമുതൽ മുമ്പ് നിശ്ചയിച്ച തീയതിക്കകത്ത് വരുന്ന കാലാവധിക്ക് ശേഷിക്കുന്ന കാലാവധി അതിൻ്റെ ശേഷമുള്ള കാലാവധിയായി മാത്രം കണക്കിലെടുത്തുകൊണ്ട് അടുത്ത 5ാമത്തെ വർഷം വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുക. ഈ ഭേദഗതിക്ക് അനുകൂലമായി അതുപോലെ 172 അനുച്ഛേദത്തിൽ 83 അനുച്ഛേദത്തിൽ പുതിയ വകുപ്പുകൾ അതിനനുസരിച്ച് എഴുതി ചേർക്കുക. സമാന്തരമായി സൈമൾട്ടേനിയസായി സംസ്ഥാനങ്ങളുടെ നിയമസഭകളിലേക്കും പാർലമെൻറ്റിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. ഇത്തരം നിർദ്ദേശങ്ങൾ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ ആകെ തകർക്കുന്ന രീതിയിലുള്ളതാണ്. ഒരു സംസ്ഥാന നിയമസഭ ആ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് വെട്ടിച്ചുരുക്കുക, അതിന് സമാനമായ തരത്തിൽ ലോക്സഭയുടെ കാലാവധിക്ക് സമാനമായ തരത്തിൽ അത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതിനുള്ള, ഒന്നാകെ നടത്തുന്നതിനുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള മുദ്രാവാക്യത്തിൻ്റെ കുറച്ചുകൂടി വ്യക്തതയോടുകൂടിയുള്ള വ്യവസ്ഥകളാണ് ഈ ചേർത്തിരിക്കുന്നത്. അത്തരം വ്യവസ്ഥകൾ നടപ്പിൽ വരുന്നതോടുകൂടി രാജ്യത്തിൻ്റെ ആകെ ഭരണരംഗത്ത് വരുന്ന മാറ്റങ്ങൾ അത് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ ആകെ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ ആകെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ശേഷം ഇവിടെ സംസാരിക്കുന്ന നമ്മളുടെ അതിഥികൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതിന് ഈ സംഘാടകർ തീരുമാനിച്ചതനുസരിച്ച് ഇവിടെ ക്ഷണിച്ചെത്തിയിട്ടുള്ള നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ളവർ അതിന് ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകളാണെന്ന് യാതൊരു സംശയവുമില്ല.
ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ ജസ്റ്റിസ് ചലമേശ്വർ. അദ്ദേഹം 1953 പഴയ ആന്ധ്രാ സംസ്ഥാനത്താണ് ജനിച്ചത്. അതിനുശേഷം 1976 തൻ്റെ നിയമപഠനം പൂർത്തിയാക്കി അഭിഭാഷകനായി രംഗത്ത് വന്നു. വിദ്യാഭ്യാസ കാലത്തും അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന കാലത്തുമെല്ലാം പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങളിൽ വളരെ സജീവമായി പങ്കെടുത്തിരുന്ന അദ്ദേഹം ആ സംസ്ഥാനത്തിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി പ്രവർത്തിച്ചു. അതിനുശേഷം 1997 ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ അന്നത്തെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയായി നിയമിക്കപ്പെട്ടു. 2007 ഗൗഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിക്കപ്പെട്ടു. 2010 അദ്ദേഹം കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. 2011 വരെ ആ നിലയിൽ തുടർന്നു. 2011 സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചു. 2018 സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചു. നിരവധി വിധികൾ, നാഷണൽ ജുഡീഷ്യൽ കമ്മീഷനിലെ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയ വിധി ഉൾപ്പെടെയുള്ള നിരവധി വിധികൾ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. ഒരു പ്രത്യേക പരിചയപ്പെടുത്തൽ അതേക്കുറിച്ച് ആവശ്യമില്ല. സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ താൻ 2018 വിരമിക്കുന്നതിന് മുമ്പായി ആ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലാദ്യമായി 4 ജഡ്ജിമാർ ഒന്നിച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങളിലൂടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഈ വിഷയത്തെ നമ്മളോട് സംസാരിക്കുന്നതിന് എത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ബാലഗോപാൽ മന്ത്രിയാണ്. അദ്ദേഹം ഈ കൊല്ലക്കാരെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വിദ്യാർത്ഥി സംഘടനാ രംഗത്ത്, അതിനപ്പുറത്ത് പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ, അങ്ങനെ നിരവധി നിലകളിൽ ട്രേഡ് യൂണിയൻ രംഗത്ത്, കർഷക സംഘത്തിൻ്റെ പ്രവർത്തന രംഗത്ത്, അങ്ങനെ എല്ലാ രംഗങ്ങളിലും വളരെ സജീവമായി ഈ ജില്ലയിലും സംസ്ഥാനത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ നിരയിലുമൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിനെ ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിലൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്ന പാനലിസ്റ്റുകളായിട്ടുള്ള കൊട്ടാരക്കര മുൻ MLA ശ്രീ ഐഷ പോറ്റി, ശ്രീ സോമപ്രസാദ് MP, ഇവരെല്ലാം ഈ സംവാദത്തിൽ നിങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ രാജ്യത്തെ ജനങ്ങളോട് ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനാവശ്യമായ തരത്തിലുള്ള വിവരങ്ങൾ നൽകുന്നതിന് തീർച്ചയായും സഹായിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ അവരെ ഈ സംവാദം തുടങ്ങി വയ്ക്കുന്നതിനായി, ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. ഐ ഇൻവൈറ്റ് Honorable Mr. Justice Chalameshwar, former Judge of the Supreme Court, to deliver his inaugural address. I conclude. Thank you. At the outset, I apologize to everybody sitting here because I will not be able to address you in Malayalam. So you will forgive me for that. You understand the reason. Honorable Finance Minister, Mr. Balagopal, Mr. Advocate General, dignitaries on and off the dais, I'm told that there are a good number of lawyers present in the gathering. My dear friends at the bar, above all the people of God's own country, a very good evening to you all. In fact, when I mentioned the people, I'm always reminded of a particular occasion. I was still at the bar. Justice Krishna Iyer was invited to Hyderabad on some occasion. Addressing the gathering, he started his speech saying, we talk about constitution, constitutionalism, governance according to constitution, so on. So the very first opening words of the constitution, we the people, so where are those people? Most of the time, everything is decided without any relevance or reference to the people. That's what Krishna has said. Well,
it's ultimately any constitution, any law is meant for the welfare of the people. Constitution is a document which was created by the members of the Constituent Assembly. Most of them were freedom fighters who fought against the oppression of a foreign rule. Most of them were highly educated not in the formal sense, educated and experienced in life. They had a vast experience behind when they created the structure of the Constitution. Now, today I'm called upon here to address you regarding the impending constitutional amendment. Sometime back, your Advocate General, Mr. Gopal Krishna Kurup, called me, invited me for this program. I said, it's always a pleasure to come back to Kerala, a state which has served for 18 months as its Chief Justice, where I have a lot of good friends. I said, I'll be too happy to come here. Now, I'll confine myself to the legal aspects of this matter. I'll not enter political arena, though invariably every law, every constitution is essentially a political exercise. And when I say political arena, not in terms of electoral politics. Otherwise, all debate about law is politics. Just to start the address with a little joke so that we can start with a light heart. This talk about one nation, one election is going on for quite some time. As all of you are informed, I'm sure lawyers, any concerned citizen would know, a committee headed by former President of India was constituted to examine this matter. They submitted a report. The exercise is going on. And as it was mentioned, the parliamentary committee is looking into it. They have been summoning people to address them. A former Chief Justice of India was called. So a lot of things happened. But this slogan, one nation, one election, is in vogue for some time, at least 2-3 years. In that background, just on the lighter note, a few weeks back, somebody sent me a WhatsApp message. It was an interesting, hilarious message. The message consists of a cartoon. I don't know where it was published. Somebody forwarded it to me. The cartoon is about some gentleman, quote unquote, call him gentleman or otherwise, fully drunk, holding a bottle and holding a lamppost and crying, "One nation, one rate, please." And of course, in the background, whiskey rate in Karnataka is 920 rupees and in Goa is 320 rupees. So therefore, his problem is one nation, one price. So everybody has his own problem about one nation, one price, one nation, one election, what else. Point is, wonderful. It sounds very nice to hear that we should have one election for the whole nation at one point of time. If we examine the objects and reasons given in the bill, what are the reasons given for this proposal? Is that in the present system, they mentioned from 1950 to 1962, all elections to the Lok Sabha and state legislative assemblies took place simultaneously. People were very happy. People were happy or not, it's a different story, I'm not on that. And afterwards, the deviation started for various political reasons, which all of us
Anybody who is sincerely following the politics and the political scenario of the country know why these things happen. There was a deviation. Parliament elections were not simultaneous with legislative assembly elections in all these states. Some states, it's still simultaneous. Some states, it is not simultaneous for XYZ reasons. Now, what the objection reason says, this is creating a lot of unwanted consequences. The nation is constantly faced with elections in some part of the country or other. Second reason is, once an election process is on, a code of conduct comes into force. All of us know there's something called a code of conduct for that period of 30, 40, 45 days, whatever it is. No major policy decision can be taken by any government, either here or there, either in Kerala or Delhi or Andhra Pradesh, any place. Therefore, there is a disturbance in the administrative process. Governments are not able to do their best that period. Third, a huge amount of manpower is required to conduct elections. And when they are withdrawn from the regular service and deployed in connection with the election duties, to that extent, their service is not available to the people for that limited period of time, which according to the bill, these are the avoidable factors if only we adopt this amendment of one nation, one election. Wonderful. The idea is good. I have no quarrel with the ideas. Yes, it's better that things are done at one go. And the administration spends minimum time on election meeting process. Because there are 28 states in the country and union territories, parliament, so many elections have to take place. Somewhere or the other, some disruption is bound to be there whenever there is an election. So therefore, the idea to minimize the impact is a laudable idea. I have no quarrel with it. But question is it possible, even as framed under the amendment is the question. In my opinion, I'll give you the reasons why I think so. This doesn't happen. This act still, for the benefit of the gathering, I'm sure some of you, maybe all of you have read the bill, I don't know. But for the benefit of a few who have not read it, I'll give you the scheme of the bill, the amendment. So those who have read will forgive me for troubling you once again with the details. All of us know, I think Kerala election is due next year, Mr. Kuru? 26 is next year. That's 27. Okay, sometime. Recently we had Lok Sabha election all over the country. In different states, the situation is different. Andhra Pradesh, we had an election just 6 months back. Telangana, about a year and a half back, so on and so forth. The point is, the proposed amendment says, once this constitutional amendment comes into force, whenever the next Lok Sabha election is held, as it is the next Lok Sabha election, as it stands, the constitution stands today, is due in 2029. Now, once this bill, of course, there is no guarantee, even at the parliament level, we have seen in the history, last 50 years, we have seen on more than one occasion, the parliament was dissolved, if you recollect, 1989, when Mr. Rajiv Gandhi was the Prime Minister. The parliament was dissolved slightly ahead of the due date because of that Bofors problem, if you recollect. What followed thereafter, Mr. V.P. Singh became the Prime Minister, and then you remember what all happened. The government fell down,
Mr. Chandrasekhar became the Prime Minister, and then that thing. Or if you go a little backward, 77 general election, Janata Party came to power, Morarji Desai became the Prime Minister. It was about less than 2 years the government fell, and somebody else, Mr. Charan Singh, became, all this. So these things, there's no guarantee that the parliament itself will run for full 5 years all the time. It's good that sometimes it goes, sometimes it need not necessarily go. Now under the amendment, when the amendment comes into force, whenever the next election to the parliament takes place, on the first day of the sitting of the newly constituted parliament, elected parliament, Lok Sabha, I'm sorry for using the word parliament, Lok Sabha, Rajya Sabha is a continuing body, is declared an amendment to be the appointed date. And normal tenure, of course, this bill doesn't propose to amend the tenure of either of these bodies, parliaments or assemblies. Tenure is still 5 years. So the period of 5 years will be reckoned from that appointed date, that is the first sitting of the newly elected Lok Sabha members, next time, whenever it is, 5 years. But by then, in different states, in different legislative assemblies, elections would not be conducted because you are going to election next year, 26. The normal course, your election would be 31. Andhra Pradesh had last month, 6 months back, 24. 29 it comes along with this. All this is under the belief that Parliament continues till 29. We'll take it. So sometime after 29, the appointed date comes into thing. And if any election takes place after that, your Kerala state goes to election in 31. And if the notification of the appointed date is in 29, the newly elected Kerala Legislative Assembly would have a lifespan of less than 5 years. It will end the day the next parliament ends. That is, if the election takes place in 29 May or April, whatever is the date, and its term would expire in 2034, you elect somebody in 2026, you will be due for an election in 31. From 31, normally you should continue till 36. No, your assembly also will expire in 34. Some 1.5, 2 years short of the full length of this thing. This problem arises in most of the states. There are only few states as of today which are due to have an assembly election simultaneously with the parliament. Even those states, there is no guarantee that they would have a simultaneous election. We have seen in history, political history of this country, assemblies are sometimes dissolved for 101 political reasons. I'll give you one example which I know from my own parent state. In 1983, there was a general election to the Legislative Assembly. Late Mr. N.T. Ramarao, for the first time, became the Chief Minister with a thumping majority. A lot of things happened, at least the older generation, people of my generation know these things. Youngsters may not know. People of my generation know what all had happened. His government was pulled down, XYZ happened, then it was restored. Then Mrs. Gandhi died, Lok Sabha election took place. And after all this turmoil, Mr. Ramarao decided, see, a lot of these MLAs created problems at that point of time. I don't want, I'll seek a fresh mandate from the people. In less than 2 years, in 1983 January, election took place, 5th January election took place. 1985 again, he dissolved the assembly and went sought a fresh mandate. He won once again with a few more seats than what he got in 82. That's a different story. I am not on that. So there are innumerable instances in this country with reference to each one of these states where the tenure of the Legislative Assembly need not always run for full 5 years. For various political reasons, it may not go on. What happens if this amendment comes into force is this. Whenever your election earlier, all right, we take a concrete example, same example we have taken.
Mr. N. Rao went for a second election in 85 January or February. Under the existing scheme of the Constitution as of today, the newly constituted assembly would have a full tenure of 5 years. Now, if such a thing were to happen today, the newly constituted assembly would have a limited tenure, not of 5 years. It's coterminous with the Lok Sabha of the day. If the Lok Sabha were to be dissolved in the next 2 years, you will also go out. Now, whether all this is really good, bad, I don't want to pass any judgment here. They are all value judgments, political values. I don't want to, but not that time. It's not necessary for us. Question is, would it in any way achieve the purpose sought to be achieved? What is professed in the objection reasons is, we'll minimize the election time, we'll minimize the expenditure, we'll save the time of the various members of the service who are deployed in the context of the election. All this will avoid and will promise some wonderful utopia to the people. Fine, if you get utopia, nothing like it. But question is it going to happen? We must learn from experience. All this document, this constitution document that I started when I started Madras, was drafted by people who are much more experienced and much more learned, the averages you take. Even now there may be brilliant people in the parliament, learned people, experienced people. But take as a class, the members of the Constituent Assembly were experienced people who had seen. I don't want to hurt anybody. The situation in Kerala is slightly different. I know something about Kerala because I worked here. You go to some of these states, in fact, take my own home state, why do you want to go to some other place? Election comes. Suddenly some nice gentleman comes from US who has been in US for the last 20 years, made a lot of money there, comes and contests the election. He had nothing to do with the people of this country. Men may genuinely love, I don't doubt their love for the country, I'm not on that. But then he was absent for 10 years, 15 years, they come, they apply tickets, and some of these nice people, gentlemen or ladies, simultaneously apply to 2-3 parties for a ticket. Whoever gives will contest. I have known personal examples of it. So the point is, with this kind of an electoral, democratic system which we have today, thinking that by bringing this amendment, all elections will be simultaneous and minimize all the expenditure, all wastage of energy is simply a hallucination. It is not going to take place according to me. If it happens, wonderful. Anyway, I'm at the fag end of my life's journey. Maybe another, God willing, of course, Kerala being a communist state and communist government, you may not believe in God. Well, assuming everything favorably, maybe another 10 years, or maybe tomorrow morning, God knows, who knows. It may happen anytime. That's one uncertainty in the universe. But I see a lot of younger faces, much younger than me. You people will watch it, how far this is going to help. Just, we don't even have to wait for the event. Just look at the text of the amendment. The Parliament, the draftsman, himself is conscious of the fact that such things can happen. Say, the proposed amendment, Article 82A. Article 82A is proposed to be introduced in the Constitution. What does it say? I'll skip what I told you. The President may, by a public notification issued on the date of the first sitting of the House of People after a general election, bring into force the provisions of this article, and the date of the notification shall be called the appointed date. Now, what happens after the appointed date? Notwithstanding anything in Article 83 and 172, the term of all legislative assemblies constituted in any general election held after the appointed date. I gave you the example. 29 is the next Lok Sabha. If Kerala election takes place in 31, assuming everything goes normally, smoothly, your election is due in 31.
the term of that assembly would be, and therefore the expiry of the full term, notwithstanding anything and so on and so on. So, held after the appointed date and before the expiry of the full term of the House of the People shall come to an end on the expiry of the full term of the House of the People. That is the Lok Sabha. Your 31 election, the assembly would be valid only for 3 years or 4 years. This is the purpose sought to be achieved. Anyway, we will think it is good. At least maybe by the next election things will even out, because by then assembly, parliament, everything will go simultaneously. Hope. There is no guarantee. Politics, anything can happen. We have seen prime ministers falling in 6 months, 3 months we have seen. Somebody was, I think Mr. Chandrasekhar was there for 115 days. Guru? Chandrasekhar's prime minister was 115 days, if I remember right. And Gujarat, much less, perhaps. Okay, Gujarat. So therefore, there is no guarantee that the next parliament itself will run for 5 years. Now, forget it for the time being. Clause sub-article 5, 82.5 is more important in the context of what we are discussing. If the election commission is of the opinion that the elections to any legislative assembly cannot be conducted along with the general election, notwithstanding all this constitutional amendment and this exercise, and this slogan, wonderful slogan of one nation, one election, finally it all depends on the election commissioner, chief election commissioner, the election commission. If you think, look here, it's all very fine in the constitution, but I think in Kerala election can't be conducted tomorrow simultaneously with the Lok Sabha, along with the general election to the House of People, it may make a recommendation to the President to declare by an order that the election to that legislative assembly may be conducted at a later stage. So far, the Constitution, the provisions of the Constitution are clear. Whenever the election is held, yes, there also there is some pliability. Sometimes the election is, we have known cases, under certain extreme circumstances, assemblies were kept under suspension and elections were not dissolved, not conducted, president's rule was imposed. Even in the present system, these things happen. There is a whole exercise for that, imposing president rule and all. Now you simply hand it over to the election commissioner, chief election commission. If the election, how does the election commission believe election can't be held simultaneously? Well, of course, we know what happens in the election commission, all of us. It is applied, we have been hearing a lot about these things. Wonderful. Then, election will be postponed, it will not be held along simultaneously. Then it will be held 6 months, 1 year, whenever the election commission is pleased. Even then what happens, the Constituent Assembly so elected would still have a shorter term, because in the meanwhile the Lok Sabha election took place. The period starts running. So you will only get the remainder period. So the will of the people of Kerala, I am not trying to whip up any regional feelings. I am only discussing logic. The will of the people of Kerala will be subject to the will of the rest of the country. We vote, we elect people who we hope under the Constitution, or the elected people will be there for 5. If in between these people let us down, quarrel and pull down the government, that's a different story. Otherwise it runs for 5 years. Now it doesn't depend upon these people quarreling or those people quarreling. The rest of the country, what they decide, it depends on that. Whether it's strictly part of a federal system and federal committee is a question which each one of you will have to discuss and think it over for yourself. Now, similarly, one more provision which requires our attention. This is broadly what is going to happen if these provisions come into force. Now take this case, a legislative assembly is elected. The Lok Sabha is continuing. Forget about the legislative assemblies for a minute. What happens to the parliament
if an election to the parliament is held, normally under the present system, it should run for 5 years unless the MPs quarrel and political parties quarrel and pull down the government. Various experiments are carried, coalitions, so many things. Whatever may happen will happen. It will continue to happen even after the amendment. Now, if a fresh election is held, just take the concrete example, 89, VP Singh government came to power in Delhi. It ran for some 16, 18 months, if I remember right. Then it fell and Mr. Chandrasekhar became the Prime Minister for 100, 115 days. Once again that government fell. We went for an election. 91 summer, the election took place. The elected parliament continued till 96, Mr. Narasimha Rao's government continued. I am taking the names only for easy reference, not with any other purpose. 5 years. Now under the amended provision, in such a situation, if Mr. Narasimha Rao's election were to take place, he will not have 5 years. He will only have 3 years because of the amendment. Even the parliament, once it is dissolved, he will only have the remainder period. All this is supposed to be reduce the burden on the system and then ensure less time is spent on electioneering process, less money is spent by the state. Individual candidate spending is a different story. The state, the country is spending less money. Is it going to be achieved? We will still have multiple elections running all the time in the country somewhere else. It all depends on the political atmosphere of the country, occurring in different parts of the country. This is broadly the problem with this. And more importantly, as I mentioned to you, all this is now dependent upon the opinion of Election Commission. At least earlier, this individual discretion was not there. If the elected government, for whatever reason, recommends to the governor to dissolve the assembly, and the recommendation is accepted, barring some extraordinary situations like extremism and some problems which we have seen in some parts of the country, normally elections are held within a short period, a month, 2 or 3, depending on some administrative adjustment. Election Commission will have to get ready for the election, so on and so on. And then the election conducted thereafter. Now, it is automatically, after the assembly is dissolved, parliament is dissolved, in reasonable time the election is to be held, and then they continue for 5 years. Now it is the opinion of the Election Commission. The constitutional function of having elections, representative government at the national level and state level, finally may depend upon the whims and fancies of the Election Commission. And even that's not final. Any decision taken by the Election Commission is once again subject to a judicial challenge, once again run around the courts, S.R. Bommai, all kinds of arguments are advanced, Mr. Kurup, you know. What kind of arguments can be advanced when the Election Commission decides that? Now, what is it that we are going to achieve ultimately? What is it that the people of this country are going to get out of this amendment? I am simply not able to comprehend. Maybe my mind is so small and I'm not intelligent enough to understand the grand scheme behind these things. But I express my doubts before you. It's for the people of this country to examine these things, whether this kind of an amendment would do any. I'm not saying the amendment by itself is bad because X, Y, Z is proposed. I'm not at all on that. Will this logically help the people of this country in any way? Will it serve any purpose? If it doesn't serve any purpose, let us not have it. We can very humbly tell all the members of the parliament sitting there today who will consider this bill, Sir, please don't do this. We are not going to benefit from this. We can say that. After that, they listen or don't listen is up to them. So let the debate go on. Let us please examine the provisions. I told you briefly what is the scheme of this amendment. Each one of you, I request to examine by yourself what is going to happen.
And please remember always, you remember your history, the history of this country post-50, how elections were conducted, how governments fell, how governments continued, all kinds of things. You please remember. And don't believe this experiment can perhaps succeed on one condition. If some party, whoever it is, continues to be in power in Delhi for next 500 years, well, of course, but then in history, no dynasty ruled for 500 years continuously. No political party ruled any country for that long period. What will we get out of this? Please think it over. If you are convinced what I am saying, there is some sense in what I am saying, please, I am not asking you to make any gadbad. Just tell your local MPs, sir, please look into it. It is not going to help us. Don't vote this bill. And please tell 10 more people so that they can influence your local MPs, because ultimately they are going to vote this bill. That's the role of we the people in this country. I'm grateful for this opportunity. Thank you. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ അതിഥി ബഹുമാനായ ജസ്റ്റിസ് ചെലമേശ്വർ നടത്തിയ വളരെ വിശദമായി ഈ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈ സമ്മേളനത്തിൽ അതിൻ്റെ ഭാഗമായി മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ഞാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബഹുമാനായ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലിനെ ക്ഷണിക്കും. ബഹുമാനായ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ഗോപാലകൃഷ്ണൻ കുറുപ്പ് സാറ്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത ന്യായാധിപൻ ശ്രീ ജസ്റ്റിസ് ചെലമേശ്വർ അവർകൾ, CP പ്രമോദ്, ഇവിടെ പങ്കെടുക്കുന്ന CP പ്രമോദ്, ശ്രീമതി ഐഷ പോറ്റി XMLA, ശ്രീ സോമപ്രസാദ്, ശ്രീ ഓച്ചറ അനിൽകുമാർ, ഈ വേദിയിലുള്ള സംഘാടക സമിതിയുടെ കൺവീനറായിട്ടുള്ള S. ദേവൻ, മേഴ്സിക്കുട്ടിയമ്മ പഴയ നമ്മുടെ മുൻ മന്ത്രി ശ്രീ S. ജയമോഹനൻ, ചിന്താചാരവും മറ്റു വേദിയിലുള്ള ഷിബു, എല്ലാ പ്രിയമുള്ള അഭിഭാഷക സുഹൃത്തുക്കളെ, ബഹുഭൂരിപക്ഷം അഭിഭാഷക സുഹൃത്തുക്കളാണ്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്തെ സംബന്ധിച്ചിരിക്കുന്ന, രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന, ജനാധിപത്യ സംവിധാനത്തെ ബാധിക്കുന്ന നമ്മുടെ കോടതി നടപടിക്രമങ്ങളെയും നിലവിലുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ ആകെ ബാധിക്കുന്നൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു സെമിനാറാണ് ഇവിടെ നടന്നത്. അതിനകത്ത് സുപ്രീം കോടതിയിലെ ഉൾപ്പെടെ ദീർഘകാല അനുഭവമുള്ള ജസ്റ്റിസ് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭരണപഠനമായ കാര്യങ്ങൾ. അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ, ഡൽഹിയിലെ ഭരണകൂടങ്ങൾ, ഭരണ സംവിധാനം 500 വർഷക്കാലം നിൽക്കുന്നതല്ല. നമ്മൾ അടുത്ത 500 വർഷക്കാലം ഡൽഹിയിൽ ഭരിക്കാൻ പോകുന്നു. ഫോർ ദ നെക്സ്റ്റ് 500 years ദ സെയിം ഗവൺമെൻറ് വിൽ ബി ദെയർ. ആ ആറ്റിറ്റ്യൂഡ് ആണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം. യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ പ്രത്യേകതയും രാജ്യത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ വിവിധ സ്വഭാവത്തിലുള്ള, വിവിധ സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള, സാംസ്കാരിക അടിസ്ഥാനത്തിലുള്ള ധാരാളം വ്യത്യസ്തതകളുള്ള ഒരു രാജ്യത്തെ ഒരുമിച്ച് നിർത്താൻ പറ്റുമെന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത. അത് ആയിരക്കണക്കിന് വർഷമൊന്നുമില്ല ഇങ്ങനൊരു രാജ്യം എന്ന നിലയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. 500-ലധികം നാട്ടുരാജ്യങ്ങൾ ചേർന്ന് ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് കേന്ദ്രീകരിച്ച് വന്ന, അതിന് തുടർച്ചയായിട്ടുണ്ടായതാണ് ഇന്ത്യ എന്ന ഇപ്പോഴത്തെ സംവിധാനം, അതിൻ്റെ ഭരണഘടന, അതിൻ്റെ കാഴ്ചപ്പാടുകൾ. എപ്പോഴും ആ പ്രാദേശികവും വ്യത്യസ്തവുമായ സംവിധാനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടും മാത്രമേ ഇത്തരമൊരു സംവിധാനത്തെ നിലനിർത്താൻ പറ്റൂ. ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിലെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ
പല അതിവേഗം വരുന്ന പല മാറ്റങ്ങളും വരികയാണ്. ഏറ്റവും ഒടുവിലത്തേതാണ് 1 country 1 election. അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയേണ്ടതില്ല. 5 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ്, ഒരുമിച്ച് തിരഞ്ഞെടുപ്പ്. ഇപ്പോൾ ആദ്യം നിർദ്ദേശിക്കുന്നത് പാർലമെൻറ്റും അസംബ്ലിയും ആണെങ്കിൽ പിന്നെ പഞ്ചായത്ത് വരെ അതിൻ്റെ കൂടെ വരണമെന്നൊരു സങ്കല്പമുണ്ട്. പഴയ മുൻ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദിൻ്റെ നിർദ്ദേശമുണ്ട്. അത് ചർച്ച ചെയ്യാനായിട്ട് എന്തായാലും ഭൂരിപക്ഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോയിൻറ്റ് കമ്മിറ്റിക്കൊക്കെ വിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇങ്ങനെ വരാൻ പോകുമ്പോൾ 5 വർഷക്കാലത്തേക്ക് വരുന്ന ഒരു ഗവൺമെൻറ് ഇടയ്ക്ക് ഒരു ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഭരണം? ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ചുരുക്കത്തിൽ അതിൻ്റെ എല്ലാം അധികാരം ഇപ്പോൾ തന്നെ ഗവർണർമാരുണ്ടാക്കുന്ന പ്രവർത്തനാനുഭവങ്ങളെപ്പറ്റി നിങ്ങൾക്ക് നന്നായി അറിയാം. വളരെ ടെക്നിക്കലായി മാത്രമാണ് ഒരു ഗവർണറുടെ പദവി ഒരു സംസ്ഥാനത്തിന് മുകളിൽ നിയന്ത്രണം വരുന്നത്. ആ സംസ്ഥാനത്തിൻ്റെ കളക്റ്റീവ് വിസ്ഡം, അത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ വേറെന്തൊരു ബോഡി ആയിക്കോട്ടെ, ആ കളക്റ്റീവ് വിസ്ഡത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് ഭരണം നടത്താനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് ഒന്നാമത് കാര്യം വരിക. ഇത് ഭരണത്തിൻ്റെ പ്രായോഗികമായ പ്രശ്നമാണ്. എന്നാൽ ഇത് ഉണ്ടാക്കുന്ന മറ്റ് ധാരാളം കാര്യങ്ങളുണ്ട്. രാജ്യം എങ്ങനെ നിൽക്കും, എനിക്ക് ഇന്ത്യയുടെ ഭാഗമാണ് ഞാൻ എന്ന് തോന്നിയാലേ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഓരോ സംസ്ഥാനത്തുള്ള ആൾക്ക് തോന്നിയാൽ മാത്രമേ ഒരു രാജ്യത്ത് നമുക്ക് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റൂ. അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പല സംഭവങ്ങൾ വരികയാണ്. 1 country 1 election എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇടക്കാലത്ത് ഉണ്ടാവുന്ന ഗവൺമെൻറ്റുകളുടെ ഒരു പുതിയ ഗവൺമെൻറ് വരാം, മുന്നണി വരാം, പല കാര്യങ്ങൾ വരാം. അതൊന്നും പറ്റില്ല എന്ന് വരുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം അത്ര ദുർബലമായ ഒന്നാണോ? അങ്ങനെ ദുർബലമായൊരവസ്ഥയാണെന്ന് തോന്നുന്നില്ല. 1960കളിൽ 1960s കേരളത്തിലെ ഗവൺമെൻറ്റുകൾ എത്ര ഗവൺമെൻറ് വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം, ചരിത്രം വായിക്കുന്നവർക്ക്. ഈ ഒന്നാമത്തെ EMS ഗവൺമെൻറ് കഴിഞ്ഞതിന് ശേഷം 60കളിൽ 67 ഗവൺമെൻറ് വരുന്നവരെ പല ഗവൺമെൻറ് വന്നു. പ്രസിഡന്റ് ഭരണം കുറേ കാലം ഉണ്ടായിരുന്നു. പെട്ടെന്നാണുള്ള ഗവൺമെൻറ്, അതുപോലെ ആർ ശങ്കർ ഗവൺമെൻറ്, അങ്ങനെ പല ഗവൺമെൻറ്റുകൾ വന്നു. സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നീട് 80കളുടെ ആദ്യത്തിൽ മുന്നണി എന്ന നിലയിലുണ്ടായ ചില സംഭവങ്ങളുണ്ട്. 80ൽ ഒരു ഗവൺമെൻറ് വന്നു, ഇടതുപക്ഷ ഗവൺമെൻറ്. 81ൽ അത് മാറി, 82ൽ വീണ്ടും വന്നു, കാസ്റ്റിംഗ് ഗവൺമെൻറ് വന്നു. ഈ ഒരു ഘട്ടം ഒഴിച്ചാൽ കേരളത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗവൺമെൻറ്റുകളാണ്, കണ്ടിന്യൂറ്റി ഉണ്ട്. 5 വർഷം ഗവൺമെൻറ്റുകളാണ് പൊതുവെ. എന്നാൽ ഇത് ഇന്ത്യയിലും ഇത് തന്നെ കാണാം. ഇവിടെ നേരത്തെ ജസ്റ്റിസ് പറഞ്ഞു 1989, 98 അഖിലേന്ത്യാ തലത്തിലും. പക്ഷേ പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെൻറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ എന്ന് കാണാം. ജനാധിപത്യം കുറച്ചൊക്കെ പക്വത ആർജിച്ചിട്ടുണ്ട്. എന്നാൽ ജനാധിപത്യത്തിനകത്ത് ശരിക്കും ജനങ്ങളുടെ താല്പര്യം ഹനിക്കുന്ന തരത്തിലേക്കുള്ള വലിയ തരത്തിലുള്ള മറ്റ് ഇൻട്രസ്റ്റുകൾ വരുന്നുണ്ടെന്നുള്ള പ്രശ്നമുണ്ട്. എങ്കിലും ആയാറാം ഗയാറാം എന്ന പ്രയോഗം പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ആയാറാം ഗയാറാം എന്ന് പറയുന്ന ആ പ്രയോഗം ഇന്ത്യൻ ജനാധിപത്യത്തിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഒരു ദിവസം ഇങ്ങോട്ട് വന്ന ആയാറാം റാം ഇങ്ങോട്ട് വന്നു, അടുത്ത ദിവസം അങ്ങോട്ട് പോയി. അതാണ് ആയാറാം ഗയാറാം. UP-യിലോ ബീഹാറിലോ മറ്റുമാണ് ഈ കാലുമാറ്റത്തെ പറ്റി പറയുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആയാറാം ഗയാറാം ആ പ്രയോഗം. ഇതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇങ്ങനെ വരുന്നത് തങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ടാണ്. ഭരണഘടനയോട് അങ്ങേയറ്റം ബഹുമാനമുള്ളതിൻ്റെ രീതിയിലല്ലല്ലോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലുണ്ടായ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ കാര്യത്തിൻ്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് അധികം പോകുന്നില്ല. എന്തെല്ലാം നമ്മൾ വിമർശിച്ചാലും അമേരിക്കൻ ഒരു ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ അമേരിക്കയ്ക്കുള്ള ആ ഫെഡറൽ സ്വഭാവത്തിൻ്റെ പ്രത്യേകത, വിമർശനമുണ്ട് അവരുടെ നയങ്ങളെപ്പറ്റി. പക്ഷേ ആ ഫെഡറലിസത്തെ അവർ കൊണ്ടുപോകുന്നൊരു കാര്യമുണ്ട്. അവിടെ പണ്ട് രാജ്യമുണ്ടായ സമയത്ത് കൂട്ടിച്ചേർത്താണത്, പലതും സ്റ്റേറ്റ് മേടിച്ചൊക്കെ ഉണ്ടാക്കിയതാണ് അമേരിക്ക. ആ സംസ്ഥാനങ്ങളുടെ ഉപരിസഭ, സെനറ്റും അവിടെ 2 സഭയുണ്ട് നമുക്കറിയാം, രാജ്യസഭ പോലെയും ലോക്സഭ പോലെയും. അതിൻ്റെ നമ്പരൊന്നും സാധാരണ ചേഞ്ച് ചെയ്യുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇപ്പോൾ വരുന്ന പ്രശ്നം ലോക്സഭയിലെ സീറ്റുകൾ പോലും പുനഃസംഘടിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. 1 country 1 election മാത്രമല്ല, റീകോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ പുതിയ കോൺസ്റ്റിറ്റ്യുവൻസീസിനെ ഡീലിമിറ്റേഷനോ വരാൻ സാധ്യതയുണ്ട്. അത് വരുമ്പോൾ ഇപ്പോൾ കേരളത്തിന് ഉള്ളത് 20 MPമാരാണ്. തമിഴ്നാടിനും 40-നടുത്താണ്, UP-ക്ക് 80-നടുത്താണ്. പുതിയ ഒരു റീഓർഗനൈസേഷൻ വന്നു കഴിയുമ്പോൾ ഇപ്പം ഭയക്കുന്നത് കേരളത്തിന് 12 സീറ്റായി ചുരുങ്ങാം, തമിഴ്നാടിന് 35-34 ആവാം, UP-ക്ക് 120 ആവാം, ബീഹാറിനും അതേപോലെ കൂടാം. ഇത് വരുന്നത് എത്രത്തോളം അപകടം ഉണ്ടാക്കും? അപ്പം 1 country 1 election മാത്രമല്ല, എക്സിസ്റ്റിംഗ് പാറ്റേൺ
ഇപ്പോൾ ബംഗാളിലെ ബീഹാറിലെ ആകെ ജനസംഖ്യയുടെ 70-80% ഉണ്ടായിരുന്നു കേരളം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ ആകുമ്പോൾ. ജനന നിയന്ത്രണത്തിൽ വളരെ മുന്നിൽ വന്നു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അന്നുണ്ടായിരുന്ന കണക്ക് വെച്ചിട്ടാണ് നമുക്ക് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ഡിവൈഡ് ചെയ്ത് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജനന നിയന്ത്രണത്തിൽ കുറഞ്ഞു. 6 ലക്ഷം പേര് ഒരു വർഷം ജനിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ 1980-കളിൽ വരെ 90 വരെ 6 ലക്ഷം പേര് കുട്ടികൾ ജനിച്ചിരുന്ന കേരളത്തിൽ, 1-ാം ക്ലാസ്സിൽ 6 ലക്ഷം 5 ലക്ഷം പേര് ചേർന്നുകൊണ്ടിരുന്ന കേരളത്തിൽ ഈ വർഷം 2,98,000 പേരെ 1-ാം ക്ലാസ്സിൽ ചേർന്നുള്ളൂ. അത്രയും ജനസംഖ്യ നിയന്ത്രിച്ചു. ഇത് വെച്ച് കണക്കെടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ MLA-മാരുടെ MP-മാരുടെ നമ്പർ മാത്രമല്ല, കൊടുക്കുന്ന പ്ലാനിലും മറ്റും കൊടുക്കുന്ന സ്റ്റേറ്റിന് പോകുന്ന വിഹിതമൊക്കെ ഇത് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇതിനൊപ്പം ഭരണപരമായ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സെയിൽ ടാക്സ് പിരിക്കാനുള്ള അവകാശം പോലും ഇപ്പോൾ പോയി. GST ആയി. അതിനുശേഷം സംസ്ഥാനത്തിന് പിരിക്കാവുന്ന ടാക്സ് ഇല്ല. കേന്ദ്രം പിരിക്കുന്നു, സംസ്ഥാനം പിരിക്കുന്നു, പകുതി കേന്ദ്രത്തിന് പോകും. ഏതെടുത്താലും ബാലി സുഗ്രീവനും ബാലിയുടെ പ്രത്യേകത പോലെ ആര് യുദ്ധം ചെയ്യാൻ ചെന്നാലും പകുതി അങ്ങോട്ട് ആരോഗ്യം കിട്ടും. നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല ബാലിയുടെ അടുത്ത്. അതുകൊണ്ടാണ് ഒളിയം പെയ്തത് ശ്രീരാമൻ. സോ ഡയറക്റ്റ് ആയിട്ട് ആര് ചെന്നാലും എന്ത് ചെന്നാലും 50% പോകും. അപ്പം ടാക്സിൻ്റെ ആസ്പെക്റ്റിൽ അതുണ്ട്. ഈ പറഞ്ഞ വെൽത്ത് താഴോട്ട് പങ്കുവെക്കുന്ന കാര്യത്തിലുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ പവറിൻ്റെ കാര്യത്തിലും അതത് രാജ്യത്തെ അതത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നൊരു കാര്യം സംതൃപ്തമായ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് സഹായകരമാവില്ല എന്നുള്ളതാണ് കാര്യം. രാജ്യം എത്രയോ മാറ്റങ്ങൾ വരുത്തി, ലോകം തന്നെ എത്രയോ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ അത്തരം മാറ്റങ്ങൾ വരാതെ ഐക്യത്തോടുകൂടി നമ്മുടെ രാജ്യം നിൽക്കണമെങ്കിൽ ഒരു ലൂസ് ജാക്കറ്റ് ഡെമോക്രസി, അതത് സ്റ്റേറ്റുകളുടെ അതത് പ്രദേശത്തിൻ്റെ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉണ്ടാവണം. അതേസമയം പൊതു കൺട്രോൾ ഉണ്ടാവണം. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ആ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിനെ ചോദ്യം ചെയ്യുകയും ഇങ്ങനെ ഇതിനകത്ത് നിന്നാൽ ഞങ്ങളുടെ ന്യായം നടക്കില്ല എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഓരോ സംസ്ഥാനങ്ങളെ എത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. കേരളം അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും വല്ലാതെ വിവാദപരമായ കാര്യങ്ങൾ പറയാത്തൊരു സ്റ്റേറ്റാണ്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായി ബന്ധപ്പെട്ട കാര്യം. 1 കൺട്രി 1 ഇലക്ഷൻ മാത്രമല്ല, 1 കൺട്രി 1 ഫുഡും 1 കൺട്രി 1 ലാംഗ്വേജും എന്ന നിലയിലേക്ക് സബ്റ്റിലായി, നേരിട്ടറിയാതെ സബ്റ്റിലായി കാര്യങ്ങൾ വരുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സ്റ്റാലിൻ പറഞ്ഞതിനെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി തിരിച്ചു പറയുന്ന കാര്യമുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഭാഷയും ഞങ്ങളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ഏകപക്ഷീയമായി കടന്നെടുത്താൽ ഞങ്ങളുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കും. ഈ തരത്തിൽ ഇപ്പം തന്നെ ഉണ്ടായി വരുന്ന സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനേ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ സഹായിക്കും. അവിടെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു മഹാരാജ്യം, ലോകത്തെ 2ാമത്തെ ജനസംഖ്യയുള്ള രാജ്യം, വളരെ വ്യത്യസ്തമുള്ള രാജ്യം, ഏറ്റവും നല്ല പല കാര്യങ്ങൾക്കും നമുക്ക് മുൻപന്തിയിൽ നിൽക്കാൻ കഴിഞ്ഞൊരു രാജ്യം, ആ രാജ്യത്തിൻ്റെ നിയമസംഹിതയിൽ ഉണ്ടാക്കാൻ പോകുന്ന, പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇനിയും വരുന്ന ഇത്തരം മാറ്റങ്ങൾ കൂടുതൽ നമ്മളെ ബാധിക്കും. ഇത് ഓരോ തരത്തിലും ക്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന പല കാര്യങ്ങളും കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് ആക്കുന്നു. പ്രാക്ടിക്കലി അത് യൂണിയൻ ലിസ്റ്റിലേക്ക് എത്തുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രം കിടന്നിരുന്ന വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റാക്കി ഇപ്പോൾ UGC മുതൽ AICT മുതൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ITIയിലെ സിലബസ് ഉൾപ്പെടെ, സ്കൂളിലെ സിലബസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യാവുന്ന തരത്തിലേക്കാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വരവ്. ഇത് ഓരോ മേഖലയിലും വരുമ്പോൾ ആരോഗ്യം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, സിസ്റ്റം ദുർബലമാകും. ആ ദുർബലമാവുന്നത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമാവില്ല. അതാണ് 1 കൺട്രി 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഈ സംവിധാനത്തിലും വരുന്നത്. അതിൻ്റെ അപകടം ഒരുമിച്ച് നിന്ന് ഇന്ത്യയിലാകെയുള്ള ജനങ്ങൾ അതിനെതിരായിട്ടുള്ള പ്രചരണവും പ്രവർത്തനവും നടത്തേണ്ടതാണ്. ഇത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരെന്നില്ല. ഞങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന വക്കീലന്മാരല്ല. വക്കീലാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു വക്കീലല്ല ഞങ്ങൾ പലരും. പക്ഷേ വളരെ ഉയർന്ന സുപ്രീം കോടതി പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിലിരിക്കുമ്പോഴും അഭിപ്രായം സ്വതന്ത്രമായി വന്ന്, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്രമായി അന്നത്തെ സുപ്രീം കോടതിയിലെ ജുഡീഷ്യറിയുടെ ചില പ്രവണതകൾക്കെതിരെ 4 ജഡ്ജിമാർ ഒരുമിച്ച് വന്ന് പരസ്യമായ അഭിപ്രായം പറഞ്ഞ ജഡ്ജിമാരിൽപ്പെട്ട തലമുറയിൽപ്പെട്ടതാണ് ശ്രീ ജസ്റ്റിസ് ചെലമേശ്വർ. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആധികാരികമാണ് അവരുടെ അഭിപ്രായം.
അവരുടെ എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് കേരളത്തിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചടക്കമുള്ള കേരളത്തെ സംബന്ധിച്ചുള്ള അനുഭവം നമുക്കറിയാം. അപ്പോൾ അതുപോലെയുള്ള വളരെ മഹത്തായ അനുഭവങ്ങളുള്ള വ്യക്തിത്വങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് നമ്മളിതുപോലെയുള്ള ചർച്ചകളും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. CPIഎമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിലുള്ള ഇത്തരം ചർച്ചകൾ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ അവസാനിക്കാനല്ല, കേരളത്തിലെ ജുഡീഷ്യറിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അഭിപ്രായം പറയാനും വലിയൊരു വിഭാഗം ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ചർച്ച ചെയ്യാനും കഴിയുന്ന അഭിഭാഷക സുഹൃത്തുക്കളാണ് ഇവിടെ പങ്കെടുക്കുന്നതിൽ മഹാഭൂരിപക്ഷം. ഇത്തരം സജീവമായ ചർച്ചകൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇതുപോലുള്ള ഒരു വേദികൾ സഹായകരമായി തീരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യം അർപ്പിക്കുന്നു. ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ നമ്മുടെ ഉദ്ഘാടന പ്രസംഗവും മുഖ്യപ്രഭാഷണവും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ ഈ സദസ്സിലുള്ള ഇതിൽ പങ്കെടുത്തിട്ടുള്ള പങ്കാളികളായിട്ടുള്ള ആളുകൾക്ക് അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള അവസരമാണ്. നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വിശദമായി തന്നെ ഈ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതികൾക്ക് ആധാരമായി പറയുന്ന കാരണം, അതിൻ്റെ പൊള്ളത്തരം എന്താണെന്നുള്ള അദ്ദേഹം വിശദമാക്കി. അതായത് തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം കുറയുകയോ ചെലവ് കുറയുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ലഘുത്വമോ ഒന്നും ഉണ്ടാകുന്നില്ല. മറിച്ച് പഴയതുപോലെ തന്നെ ഒന്നിലേറെ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ട കാലത്തെല്ലാം നടക്കേണ്ടി വരും. അത്തരത്തിൽ അതിന് പറയുന്ന ആധാരമായി പറയുന്ന കാരണം ചെലവ് കുറയ്ക്കുന്നതിന്, തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് ഒന്നും കഴിയുന്നില്ല എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഭേദഗതികൾ പോലും ഏതെങ്കിലും ഒരു സഭ 5 വർഷത്തിനിടയിൽ പിരിച്ചുവിടപ്പെടുകയോ അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം. തെരഞ്ഞെടുപ്പ് നടത്തി അങ്ങനെ വരുന്ന ആ സഭയ്ക്ക് 5 വർഷത്തിൻ്റെ ആയുസ്സുണ്ടാവില്ല. മറിച്ച് ആ 5 വർഷത്തിൽ ശേഷിക്കുന്ന കാലത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് അതിൻ്റെ പൊള്ളത്തരം. കാരണം ഈ പറഞ്ഞ സാമ്പത്തിക ബാധ്യതകളോ അല്ലെങ്കിൽ അതിനു വേണ്ടി വരുന്ന ദീർഘകാലത്തെ പ്രയത്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് വരും എന്നുള്ള ധാരണ ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അദ്ദേഹം തന്നെ അത് സൂചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തെ സംബന്ധിച്ച് ഒരു ധാരണ രൂപപ്പെടേണ്ടത് നമ്മുടെ സംവിധാനത്തിലെ ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിജ്ഞാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇലക്ഷൻ നീക്കി വെക്കുന്നത്. അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ തന്നെ അടിസ്ഥാന മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ നിർണായകമായ തരത്തിൽ ചർച്ചകൾ നടത്തി രൂപം കൊടുത്ത ഭരണഘടനയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന സഭയുടെ കാലാവധി എന്താണെന്ന് തീരുമാനിക്കുന്നതിന് നമ്മുടെ ഭരണഘടനാ ദാതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ്റുകളുടെ നിർദ്ദേശങ്ങളിൽ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ പ്രസിഡൻറ്റിൻ്റെ അടുക്കൽ ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തൊരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന രീതിയിലേക്ക് ടു ഡെഫർ ദ ഇലക്ഷൻസ് ദ പവർ ഈസ് ഗിവൺ ടു ദ ഇലക്ഷൻ കമ്മീഷൻ ആസ് പെർ വൺ ഓഫ് ദി പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ്സ്. അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായി തന്നെ നിങ്ങളോട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ അതിൻ്റെ എത്ര തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നാലും ശരി, അതെല്ലാം മാറ്റിവെച്ചിട്ട് പരിശോധിച്ചാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പിന്നിൽ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ പൊള്ളത്തരം ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സ്വഭാവത്തെ, ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്ന തരത്തിലാണെന്നുള്ളത് വളരെ ചുരുക്കമായി വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്നതിന്, അത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന്
നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാണ്. അതിനായി ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുന്നു. Subject. So I have a question. My name is Lakshmi. So India being a pluralist country and the citizens. Okay. Yes, sir. Okay, sir. So India being a pluralistic country. So India being a pluralistic country and since the citizens having heterogeneous political affiliation, does this proposed bill can affect the regional political parties? Okay. So being a pluralistic country and since the people are having heterogeneous political affiliation, does this proposed bill affect the regional political parties? Question is not whether there is a heterogeneous political culture or regional political parties. We are talking about a constitutional amendment. What is it that the bill proposes to achieve? Now, incidentally, it may affect the regional parties or it may affect the national parties. It may affect anybody. Constitution is a document which is meant to endure for a long time, not for the benefit of XYZ or if at all benefit of XYZ, it is only the citizens' benefit, not the political parties or the leaders or anybody like that. Now, this is not, it may incidentally affect some regional party. It may benefit some regional party depending upon which side they are aligned with, so on and so forth. But that's not the issue. We are talking about a constitution. It's a system we are talking about. As in fact, I forgot to mention, I requested Ms. Kurup to tell you that interesting provision, when the election commission is satisfied that it can't conduct an election in the state, it is something illogical. The election commission can conduct an election for the parliament in the same state, but not a legislative assembly in the same state at the same time. I don't know, I fail to understand how is it possible. We have seen situations where some states, for extraordinary, extreme conditions, elections were postponed, like at some point of time Punjab, some point of time Northeast, in which case no election can be conducted there. This amendment thinks of election to the parliament but not to the legislative assembly if the election commission is satisfied. It is an impossible situation. So these things incidentally may affect somebody. Question undo? This advocate Lakshmi is the daughter of Mr. P.K. Shibu. Now she is doing her PhD, I think. Yes. My name is Advocate Paumba Sahadevan. If it is unconstitutional, anti-democratic, anti-federalism, this Amendment Act, a Supreme Court can review the matter. The Supreme Court Constitutional Bench can take effective action against this amendment law. Can we expect such a cancellation or from the Constitutional Bench? I am not an astrologer. I can't predict these things. Let us see what happens tomorrow if at all this act is passed. No, see, Supreme Court certainly has, whether this is really required to be struck down or not, I am not going into it because I am retired, I don't want to say anything. But please remember that judgment, everybody was referring to NJSC judgment. It was a constitutional amendment which was declared to be illegal by the bench, majority of the Supreme Court bench. So the power is always there. Whether in this case it will happen, whether it really is offensive of the basic structure or not, or they are different, it requires a debate. I don't want to answer that. We all are proud of the name of
Justice Chamalesh, sir. We are all proud of the protector and the democracy and secularism and the legal judicial system. Okay, thank you, sir. Advocate Paumba Sagadevan, who is an activist, and moreover, he is a writer and active lawyer. Anybody? Sir, whether this amendment, according to you, is the basic structure doctrine? Yeah. My views are irrelevant today. I'm as good or as bad as you are. I'm also a citizen like you. What matters is the opinion of the sitting judges. Find out from them. Challenge it. Let us see what is going to be decided. Sir, I have a doubt that you have started your speech by saying a joke. You started your speech by saying a joke. I am asking serious questions. The first question is that I brought your attention to the 21st January meeting you have conducted, or a press conference you are conducted. 12th January, 6 years back. In that conference, you pointed 2 or 3 things. I think your wordings are that today also we met him, but we could not convince him. The Chief Justice of India. Yes, and we have no other option than approach the people of India. You concluded your speech by saying that it is the people of India to decide the matter. Yes. My question is that, are you sure or are you confident that the judiciary is capable of facing these challenges posed by the executive? That's my question. First question? In theory, the judiciary is capable of doing it. Whether in a particular case it happens or not, it's a different story. It is not a problem only in this country. In every democratic society, these questions arose. I'll tell you an example. Forget about India, what happened. A lot of people in this country today believe America is a great country, American system is a great democracy, American Supreme Court is great. Yes, it is great. The point is this, that very American Supreme Court in 1850s decided blacks have no fundamental right at all. They have no right to approach the court. Dred Scott's case. But then it revised its opinion maybe 90 years later. That's a different matter. This is all part of democratic evolution. These questions always remain. It's a question of the society's evolution as a democratic society. And judges don't come from heaven, gentlemen. They come from us. Yes? Shall I ask? I have 2 other questions. Please permit me to. Is there anybody? I'm ready to hand over the mic. Nobody here to ask questions. Shall I ask question? 12 years back, I bring your attention to another incident. 12 years back, some 50 meters away from here, there's a conference hall, that is C.K. Swaminathan Town Hall, wherein the then Chief Justice of India, S.P. Bharucha, told that the 20% of the judiciary is corrupt. See, the world looked the situation with anguish and with great concern. What is the situation of judiciary now? That is my question. Well, I don't know about the current position of judiciary, but I know this. In economics, there is something called a concept of inflation. Maybe the concept applies to all other spheres also. And the third question I am going to ask. The third question is a lengthy question, sir. It's a lengthy question. And it is not audible to you. Yes, I shall. Sir, we perusing the recent judgments of the Supreme Court, several judgments, the application of
a maxim that is fait accompli there. Fait accompli. We had studied in our school days, college days, that fait accompli is that once a thing has done which cannot be undone without causing much harm, it is then better to ratify the same. You just go through the judgment of the abrogation of the 370. Yes. Thank you. Abrogation of 370 in judgment. Next judgment is Ayodhya judgment and the Aadhar judgment, where the apex court applied this maxim, fait accompli. Everything has happened. We are not interfering. That's a stand taken by the apex court. Not only, Is it advisable? That's my question. not only, Each and every case. not only in these three cases, many other cases earlier it happened. Many other cases. No, it is. അല്ല അതുപോലെ തന്നെ സബ്ജക്റ്റിൽ we are not opposing the subject. He externally presented the subject. Yes. See, these things happened always, earlier also they happened, right now also they are happening, it's not happening for the first time. It's an avoidable situation. But point is, no system in human history managed by human beings is a perfect system. Please remember that. Okay? In the words of a very great legal scholar, because in the context of the American Constitution he said it, the Constitution is an intentionally incomplete, deliberately open-textured document for the participatory evolution of democratic practices. It is the people who participate in the democracy who give meaning and strength and character to the Constitution. Nothing, it's just a piece of paper on which something is written. Back. No, rhetoric plays a greater role in public life. I am also a little guilty of it. In my privacy judgment, if you have read it, you are a lawyer? You are a lawyer? In my privacy judgment, I said it. If you look at the Constitution as a document written on paper with ink, you will never really understand it. You look at the document, it's a document written on a paper with the blood of the martyrs of Jallianwala Bagh, you will understand the content of the document. Thank you. Is there anybody asking any question? Okay. ഈ ഇതിൽ പാനലിസ്റ്റുകളായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീമതി ഐഷ പോറ്റി XMLA നിങ്ങളോട് സംസാരിക്കും. ആദരണീയനായ ഈ സെമിനാറിൻ്റെ മോഡറേറ്റർ, നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജനറലും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് അവർകളെ, സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി സഖാവ് അഡ്വക്കേറ്റ് CP പ്രമോദ് അവർകൾ, ഓണറബിൾ ജസ്റ്റിസ് ചെലമേശ്വർ, പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ധനകാര്യമന്ത്രിയും കൊട്ടാരക്കരയുടെ പ്രിയപ്പെട്ട MLAയുമായിട്ടുള്ള ശ്രീ KN ബാലഗോപാൽ അവർകൾ, ആദരണീയനായ മുൻ MP ശ്രീ സോമപ്രസാദ് അവർകൾ, നമ്മുടെ ഇവിടെ വന്നിട്ട് പോയ നേതാക്കളുണ്ട്, അതോടൊപ്പം നമ്മുടെ മുൻ മന്ത്രി മേഴ്സിക്കുട്ടി MS സഖാവ്, സോമപ്രസാദ് സാവ്, അതുപോലെ ഓച്ചിറ അനിൽ, നമ്മുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡൻറ്റ്, ജില്ലാ സെക്രട്ടറി ഷിബു വക്കീൽ, നമ്മുടെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ ആദരണീയരായ ഭാരവാഹികളെ, പ്രിയപ്പെട്ട മറ്റ് സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ വളരെ വിശദമായിട്ട് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സ്പീച്ച് ഇനോഗ്രൽ സെഷനിലും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിലും മന്ത്രിയുടെ സംസാരത്തിലുമെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞു. കുറേ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു. നല്ല രീതിയിലുള്ള ഒരു ചർച്ച ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി വരും വരാഴികകളെ സംബന്ധിച്ച് നന്നായിട്ട് CPIMൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ട് ഇത്തരത്തിൽ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള നമ്മുടെ രാജ്യം നേരിടുന്ന പല പ്രശ്നങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾ അറിയാതെ പോകുന്ന പ്രശ്നങ്ങളെ അവരെ അറിയിക്കാനും വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വിജ്ഞാനപ്രദവും രസകരവും അതുപോലെ തന്നെ സാഹിത്യപരമായിട്ടും കലാപരമായിട്ടുമുള്ള പല പല പരിപാടികളിലൂടെ കേരളമാകെയും ഇന്ത്യ ആകെയും തന്നെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള വളരെ വളരെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം. ഇതുവഴി തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടങ്ങൾ ചെയ്യുന്ന തെറ്റായ നയങ്ങളെയും ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ കൊല്ലത്ത് ഇത്തരത്തിലൊരു നല്ല ജനകീയ വിഷയം, ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന, പലരും അറിയാതെ പോകുന്ന വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ, ഗൗരവമേറിയ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാനുള്ള നല്ല ഒരു സന്ദർഭം തന്നെയായിരുന്നു ഇന്നിവിടെ നടത്തിയിട്ടുള്ള സെമിനാർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ വേറൊന്നും സംസാരിക്കാനായിട്ട് പോകുന്നില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ താഴേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല. എല്ലായിടത്തും ജനങ്ങളിലേക്കൊരു നല്ല അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി മാറട്ടെ ഈ സെമിനാറും. നമുക്ക് ഒന്നായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ പേരെയും നിറഞ്ഞ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നിങ്ങളോട് സംസാരിക്കുന്നതിന് ബഹുമാനായ മുൻ MP ശ്രീ സോമപ്രസാദിനെ ക്ഷണിക്കുന്നു. ഒരു വാഹനത്തിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ലഭിക്കുന്നവർ ഇവിടെ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാറിൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ലഭിക്കുന്നവർ ഇവിടെ ഏൽപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വേദിയിലുള്ള ബഹുമാന്യനായ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ശ്രീ ചെലമേശ്വർ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മോഡറേറ്റർ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്, പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ, ഈ വേദിയിലുള്ള ശ്രീമതി P ഐഷ പൂറ്റി XMLA, ശ്രീ മേഴ്സിക്കുട്ടിയമ്മ തുടങ്ങി ഈ വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ പാനലിസ്റ്റ് എന്നൊക്കെ പേര് വെച്ചെങ്കിലും നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ജസ്റ്റിസ് ചെലമേശ്വരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ് എന്ന് കേൾക്കാനാണ് നിങ്ങളെപ്പോലെ ഞാനും വളരെ ആകാംക്ഷയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില ഇറഗുലാരിറ്റീസിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ 4 സീനിയർ ജഡ്ജിമാർ സുപ്രീം കോടതി വിട്ടിറങ്ങി വന്ന് മാധ്യമങ്ങളോട് സുപ്രീം കോടതിയിൽ നടക്കുന്ന ശരിയല്ലാത്ത നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന പത്രത്തിലൂടെ ജനങ്ങളെ അറിയിക്കുന്ന ഒരു സംഭവം നമ്മുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ എൻ്റെ ഒരു അറിവിൽ നടാടയായൊരു കാര്യമാണ്. അത് അസാമാന്യമായ വ്യക്തിത്വമുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനാവൂ. അതുമാത്രമല്ല, മറ്റു ചില ന്യായാധിപന്മാരെ പോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജി സ്ഥാനം അവസാനിപ്പിച്ചാൽ അല്ലെങ്കിൽ പീരീഡ് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ യാതൊരു തരത്തിലുള്ള മറ്റു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നതിന് ഞാൻ തയ്യാറല്ല എന്ന് അഡ്വാൻസായിട്ട് പ്രഖ്യാപിച്ച ഒരാളാണ് ബഹുമാന്യനായിട്ടുള്ള ശ്രീ ചെലമേശ്വർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, നിയമരംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ചൊക്കെ വളരെ ഹ്രസ്വമായിട്ടാണെങ്കിലും നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യത്തെ സംബന്ധിച്ച് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം അതിവിടെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വിഷയമായി ഈ വിഷയം മാറും. കേരളത്തിലും ഈ പ്രശ്നം വിവിധ തലത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സെമിനാർ ഒരു നിമിത്തമായി മാറുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെപ്പോലെ ഞാനും ഒരു കേൾവിക്കാരനായി നിൽക്കുകയാണ്. പക്ഷേ പ്രധാനമായിട്ടും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനടിസ്ഥാനമായി പറയുന്ന കാര്യം
പല പ്രാവശ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന വലിയ സാമ്പത്തിക ബാധ്യത ഒന്ന്, മറ്റൊന്ന് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കപ്പെടുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അതിന് ഉദാഹരണങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് ചെലവുള്ള ഒരു ഭരണ സംവിധാനം തന്നെയാണ്. ജനാധിപത്യ സംരക്ഷണം അല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ളൊരു ഭരണകൂടം, ഒരു ഗവൺമെൻറ്റിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ചിലവുള്ളൊരു കാര്യം തന്നെയാണ്. ആ ചിലവ് നിർവഹിച്ചുകൊണ്ട് തന്നെ ആ സംവിധാനം തുടരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബഹുമാനായിട്ടുള്ള ചെലമേശ്വരൻ്റെ പ്രസംഗത്തിൽ നിന്നും ഈ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന സംവിധാനം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ചിലവ് കൂട്ടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ചിലവൽപ്പം കൂട്ടിക്കോട്ടെ, കൂടിയാൽ എന്താ പ്രശ്നം? എന്നാലും ഒരു പഴയ സംവിധാനത്തിൽ നിന്നും ഒരു പുതിയ സംവിധാനത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ പഴയ സംവിധാനം ഇന്ന് നിലനിൽക്കുന്ന സംവിധാനത്തേക്കാൾ മെച്ചപ്പെട്ട ഒന്നായി മാറണ്ടേ പുതുതായി കൊണ്ടുവരുന്ന ഒന്ന്? അപ്പോൾ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ കാലഘട്ടത്തിൽ വിവിധ കാരണങ്ങളാൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെയെല്ലാം ഒരൊറ്റ തെരഞ്ഞെടുപ്പാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ, അതിനെ സംബന്ധിച്ച് വളരെ വിപുലമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഡിസ്കഷൻസ് നടത്താൻ നമ്മുടെ രാജ്യത്ത് അത് മുന്നോട്ട് വയ്ക്കുന്നവർ തയ്യാറാവേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമെന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ തെറ്റാണ്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് അത് ഇന്ത്യയെ ഒരു രാജ്യമെന്ന തരത്തിലൊരു യൂണിറ്റായിട്ട് കാണുമ്പോൾ ഉണ്ടോ? മിനിമം ഒരു ഭാഷ, എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്ന, ബന്ധപ്പെടാൻ കഴിയുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഷ, അതുപോലെ തന്നെ ആചാരമര്യാദകൾ, ജീവിത രീതി, ഭക്ഷണക്രമം, ഇങ്ങനെ ഓരോന്നിടത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ മലയാളിയെയും അതോടൊപ്പം തന്നെ മണിപ്പൂരിക്കാരനെയും ആസാമിയെയും ഉത്തർപ്രദേശുകാരനെയും എല്ലാം യോജിപ്പിച്ച് ചേർത്തുന്ന എന്ത് കോമൺ കണ്ടൻറ്റാണ് യഥാർത്ഥത്തിലുള്ളത്? വാസ്തവത്തിൽ ഇന്ത്യ ഒരു ഒറ്റ രാജ്യം എന്ന് വിളിക്കുന്നത് തന്നെ ശരിയല്ല. പല രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള പ്രയോഗം തന്നെ അതിൽ നിന്ന് വന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യമെന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ വാസ്തവത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ് ചെലവ് കുറയ്ക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ഗൂഢമായ ചില ഉദ്ദേശങ്ങളോടുകൂടിയാണെന്ന് നമുക്കറിയാം. ആ ഉദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഹിന്ദുത്വ വർഗീയവാദികളുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് രാഷ്ട്രീയമായ ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ പ്രശ്നങ്ങളോടുകൂടി യഥാർത്ഥത്തിൽ നിയമവശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ഇതിൻ്റെ രാഷ്ട്രീയമായ വ്യത്യസ്ത മാനങ്ങൾ കൂടി വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഒരു ലഘു ചടങ്ങ് കൂടിയുണ്ട്. യുവജനങ്ങൾ അവർ ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഗാനങ്ങൾ സമാഹരിച്ച ഒരു CD ഇവിടെ പ്രകാശനം നടത്തുകയാണ്. ബഹുമാന്യ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് നൽകിയാണ് ആ CD പ്രകാശനം നിർവഹിക്കുന്നത്. അഭിവാദനങ്ങൾ അരുമ സഖാവേ ലാൽ സലാം. അരുണക്കൊടിയുടെ പാട്ടുകൾ പാടാൻ അരിക സഖാവേ. CD-യിലെ ഗാനങ്ങൾ ഈ നന്ദി പ്രകാശനത്തിന് ശേഷം അവ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് അഡ്വക്കേറ്റ് ഓച്ചിറ അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യായ മോഡറേറ്റർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ജനാധിപത്യവും ഫെഡറലിസവും നേരിടുന്ന പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിൽ വളരെ മനോഹരവും വിജ്ഞാനപ്രദവുമായ ഒരു സെമിനാറാണ് ഇവിടെ നടന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനും ആരാധ്യനുമായ നമ്മുടെ കേരളത്തിൻ്റെ മുൻ ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ ജസ്റ്റിസ് ചെലമേശ്വർ, അദ്ദേഹത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം കൊണ്ട് ഈ സെമിനാറിന് വലിയ ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിനെ, ജസ്റ്റിസ് ചെലമേശ്വരനെ, ഈ സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതിന് അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ കീനോട്ട് അഡ്രസ് നടത്തിയ പ്രിയങ്കരനായ നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ തിരക്കിനിടയിലും ഇവിടെ ഓടിയെത്തി ഈ സെമിനാറിൻ്റെ ഭാഗമാകുകയും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ ഭരണഘടനയും രാജ്യവും നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കുകയും ചെയ്ത ബഹുമാന്യായ ശ്രീ KN ബാലഗോപാലിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ച മുൻ രാജ്യസഭാംഗവും അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് K. സോമപ്രസാദിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ട്രഷററും മുൻ MLAയും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് P. ഐഷ പോറ്റിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് CP പ്രമോദിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി 90-ലധികം സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത സെമിനാർ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മുൻ മന്ത്രിയായ J. മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. സെമിനാർ കമ്മിറ്റിയുടെ ചെയർമാൻ, കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയായ കൺവീനർ, കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാൻ കൂടിയായ സഖാവ് S. ജയമോഹന് നന്ദി രേഖപ്പെടുത്തുന്നു. സാന്നിധ്യം കൊണ്ട് ഈ സെമിനാറിനെ ധന്യമാക്കിയ CPMൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി സഖാവ് S. സുദേവൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ചിന്താ ജെറോം, ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PK ഷിബു നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഈ ചടങ്ങിൽ മോഡറേറ്ററായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഈ സെമിനാറിനെ ആധികാരികമായി നമ്മളെ ചർച്ചയിലേക്ക് നയിക്കുകയും ചെയ്ത ബഹുമാന്യനും ആരാധ്യനുമായ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണകുറുപ്പ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഈ സെമിനാർ കാണാനെത്തിയവർ, പങ്കെടുത്തവർ, ചോദ്യങ്ങൾ ചോദിച്ച് ഈ സെമിനാറിനെ സജീവമാക്കിയവർ, ഈ സെമിനാറിൻ്റെ സംഘാടകർ, അഭിഭാഷകർ, പൊതുജനങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, തൊട്ടടുത്ത് നിർത്തിവെച്ചിരുന്ന വോളിബോൾ ടൂർണമെൻറ്റ് വീണ്ടും തുടങ്ങുകയാണ്. സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വോളിബോൾ മത്സരങ്ങൾ അവിടെ വാശിയേറിയ മത്സരം നടക്കുകയാണ്. താല്പര്യമുള്ളവർ അങ്ങോട്ട് പോയി അത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിവാദനങ്ങൾ